നമ്മുടെ ഇന്നത്തെ യാത്ര അസർബൈജാൻ്റെ 4ാം ദിനമാണ്. നമ്മളിന്ന് നേരെ പോകുന്നത് ഖോബുസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബാക്കുവിൻ്റെ പുറത്താണ് ശരിക്കും വരുന്നത്. ബാക്കു എന്ന നഗരം വിട്ട് കുറച്ച് അകലെയായിട്ടാണ് ശരിക്കും ഖോബുസ്ഥാൻ വരുന്നത്. ഈ പോകുന്ന എല്ലാം നല്ല വിശാലമായ പാതകളാണ് ബാക്കുവിൻ്റെ. ശരിക്കും ഒരു യൂറോപ്പിൻ്റെ ഉള്ളിലൂടെ എല്ലാം പോകുന്ന, യൂറോപ്യൻ നഗരത്തിൻ്റെ ഉള്ളിലൂടെ എല്ലാം പോകുന്ന ഒരു പ്രത്യേക ഫീലും കൂടി കിട്ടും. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇത് അവിടുത്തെ വലിയൊരു മാർക്കറ്റാണ്. ഫിഷ് അങ്ങനെയെല്ലാം ഉള്ള ഒരു മാർക്കറ്റ്, ഒരു വലിയ ഏരിയ തന്നെയാണത്. പോകുന്ന വഴി ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി കുറച്ച് ലഘുഭക്ഷണങ്ങളും മറ്റും എല്ലാം മേടിക്കാമെന്ന് വെച്ച് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾഭാഗവും ചെറുതായി ചിത്രീകരിച്ചു. ഇതെല്ലാം അവിടുത്തെ ചോക്ലേറ്റ്സും മറ്റും എല്ലാം ആണ്. അപ്പുറത്ത് ഞങ്ങൾക്ക് പഴങ്ങളും മറ്റുമെല്ലാം കാണാം. ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ പലരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ആരാണ് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഒരു ഷൂട്ട് ചെയ്യാൻ മാത്രം എന്താ ഉള്ളത് ഇവിടെ എന്ന രീതിയിലായിരുന്നു. എനിക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു രീതിയും ഫ്രഷ്നെസ്സും എല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി. അവിടെ ഞങ്ങൾ കുറച്ച് ലഘുഭക്ഷണമെല്ലാം മേടിച്ചു. ഇതാണ് ആ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു. ഇതെല്ലാം പോകുമ്പോഴുള്ള ഓരോരോ സ്ഥാപനങ്ങളും മറ്റും ആയുള്ള കാഴ്ചകളാണ്. ഇങ്ങനെ ഈ വലിയൊരു മതിൽ പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അതിൻ്റെ മലിനീകരണം അപ്പുറത്തുള്ള ഫാക്ടറീസിനോ മറ്റേനോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതവിടുത്തെ ഒരു ബ്ലാക്ക് സോയിൽ കൊണ്ടുള്ളൊരു മൗണ്ടെയിനാണ്. ഇതെല്ലാമാണ് അവിടുത്തെ സെറ്റിൽമെൻറ്റ്സ്. ആളുകളെല്ലാവരും വീടുകളിലും മറ്റും എല്ലാം പാർക്കുന്ന സ്ഥലം. നീണ്ട യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ബാക്കുവിൽ നിന്നും ഖോബുസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു മഡ് വോൾക്കാനോ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്കാണ്. അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്നും കുമിളകളായിട്ട് വോൾക്കാനോ അത് പുറത്തേക്ക് വരുന്ന ഒരു സീനറി. ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടം തന്നെ നമുക്കിവിടെ കാണാം പോകുന്ന വഴി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓഫ് റോഡാണ്. നമ്മളെ റോട്ടിൽ നിന്നും തിരിഞ്ഞ് ഇപ്പോൾ ശരിക്കും ഒരു മൺപാതയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ് കാണാം, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആരെയും കണ്ടില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ഈ കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. മുകളിലൊരു സ്ഥലത്ത് കാറ് നിർത്തി ഇറങ്ങിയ ശേഷം വീണ്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ മഡ് കൂമ്പാരമാണിത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അപ്പോൾ അവിടെ നല്ല ചൂടായിരിക്കുമെന്ന്. അല്ല, ആ ഒരു അന്തരീക്ഷം നല്ല തണുപ്പാണ്. തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ അടിയിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചളി പോലെയുള്ളൊരു ഇതാണ്. പക്ഷേ ഇതൊരു ബ്ലാക്ക് മഡ്, അതായത് മഡിന് ചളി ഇങ്ങനെ ഉള്ളിൽ നിന്ന് കുമിളകളായിട്ട് പുറത്തേക്ക് വരുന്നൊരു ഇത്. അവിടുത്തെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് രാവിലെ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഖോബുസ്ഥാനിലേക്കാണ്. ഇതെല്ലാം നീണ്ട പാതകളാണ്, വളരെ നീണ്ട വഴികളുമാണ്. ഇതെല്ലാമാണ് ഈ രാജ്യത്തെ വളരെ വ്യത്യസ്തമാക്കുന്നതും. അങ്ങനെ നമ്മൾ ഖോബുസ്ഥാൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മ്യൂസിയം, ഖോബുസ്ഥാൻ്റെ. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ചെറിയ ചെറിയ ഇങ്ങനത്തെ വീടുകളിലായിരുന്നു പണ്ടത്തെ അവിടുത്തെ ട്രൈബ്സ് താമസിച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം.
മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ചെറിയ നിയോൺ ലൈറ്റ്സിൽ അവരിങ്ങനെ പല പ്രദർശനങ്ങളും കാണിച്ചിരിക്കുന്ന കാണാം. അന്നത്തെ മനുഷ്യൻ്റെ ഓരോരോ ക്രിയേറ്റിവിറ്റി, അതായത് അവൻ വരച്ചു വെച്ച കാര്യങ്ങളുമെല്ലാം അവിടെ വേറൊരു രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഉള്ളിൽ ഇങ്ങനെയൊരു രൂപമുണ്ട്, ഗോളത്തിൻ്റെ രൂപം. ഇവിടെ പലരും പണ്ടത്തെ ഐസ് ഏജ് മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പണ്ട് കാലത്ത് വസിച്ചിരുന്ന മനുഷ്യർ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആനിമൽസ്. മൃഗങ്ങൾ ശരിക്കും ജീവൻ തുടിക്കുന്ന പോലെ തന്നെ തോന്നുകയും ചെയ്യും. ഒരു കാടിൻ്റെ അനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാം അവിടെ ചെയ്തിരിക്കുന്നു. ഇത് ആദിമ മനുഷ്യൻ്റെ ഒരു രൂപം. ഇവിടെയെല്ലാം നിൽക്കുന്ന ഇവിടുത്തെ ആൾക്കാരെല്ലാവരും അധികം പഠിക്കുന്ന സ്റ്റുഡൻസാണ്. അവരൊരു പാർട്ട് ടൈമിനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു, അതിന് ചെറിയൊരു ശമ്പളം കിട്ടുന്നു. ഇത് പല നൃത്ത പരിപാടികളും മറ്റുമെല്ലാം അവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പ് തന്നെ ഉണ്ട് ഇപ്പോഴും. എൻ്റെ യാത്ര ജനുവരി അവസാനങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ശരിക്കും കോബുസ്ഥാൻ്റെ മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര. ഞങ്ങൾ അവിടെ എത്തി പുറത്തിറങ്ങി ഡ്രൈവർ എനിക്ക് കല്ലുകൊണ്ട് അവിടെ മ്യൂസിക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. എന്നെക്കൊണ്ട് അവർ ചെറുതായിട്ടൊരു മ്യൂസിക്കൽ ഇതുപോലെ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു അത്. ചെറുതായിട്ട് ഞാൻ അതെല്ലാം ചെയ്ത് വീണ്ടും എൻ്റെ യാത്ര മുന്നോട്ടേക്ക് തുടർന്നു. ഇനി അദ്ദേഹം കാറിൻ്റെ അവിടെ ഇരിക്കും. കാറിലൊന്ന് അദ്ദേഹത്തിന് എവിടെ പോയിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒറ്റയ്ക്ക് പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചിങ്ങോട്ട് എത്തണം. അദ്ദേഹം അപ്പോഴത്തേക്കും അവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ ആണ് സമയം തന്നത്. ഇതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് മനുഷ്യൻ വസിച്ചിരുന്ന സ്ഥലം. അവൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും മറ്റുമെല്ലാം മൃഗത്തിൻ്റെ രൂപമൊക്കെ കല്ലിൻ്റെ മുകളിൽ കൊത്തി വെച്ചിരിക്കുന്നതിൻ്റെ പല കാഴ്ചകളൊക്കെയാണ് ഇവിടെയുള്ളത്. കല്ലുകൊണ്ട് വിരിച്ച പാതയാണ്. വലിയൊരു ദുർഘടമില്ലാതെയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. ശരിക്കും ഇതൊരു ഹെറിറ്റേജ് പോയിൻ്റായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. നടപ്പാതകളാണ് ഇതെല്ലാം, കയറുന്ന സ്റ്റെപ്പുകളും മറ്റും. ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാമാണ് പണ്ട് കാലത്തെ ആദിമ മനുഷ്യൻ വരച്ചുണ്ടാക്കിയ ഓരോന്ന്. അത് ഇന്നും അതേപോലെ തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഞാനവിടെ ചെന്നപ്പോൾ വേറെ വിദേശീയരും ഉണ്ടായിരുന്നു. അവർ 2 ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞു. ഞാനതെല്ലാം കൊടുത്തു, ഫോട്ടോ എടുത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും എൻ്റെ യാത്ര മുന്നോട്ടേക്ക് നീങ്ങി. ഇവിടെ ആളുകൾ അത്യാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ഓഫ് സീസൺ ആയതിനെക്കൊണ്ട് ഇവിടെ കുറവാണ്. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നല്ലൊരു കാഴ്ച വ്യൂ നമുക്ക് കിട്ടും. ഇതാണ് കോബുസ്ഥാൻ്റെ ഇവിടെ നിന്നുള്ള ഇങ്ങനെ ഒരു കാഴ്ച. അങ്ങനെ നടന്ന് കയറുമ്പോൾ ഇതുപോലുള്ളൊരു ചെറിയൊരു പാറക്കല്ലിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കയറി അപ്പുറത്തേക്ക് എത്താവുന്നൊരു സ്ഥലമുണ്ട്. ചെറിയൊരു പാലം പോലെ അവിടെ വെച്ചിരിക്കുകയാണ്. എല്ലാം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാറക്കല്ലുകൾ രണ്ടും തമ്മിൽ യോജിച്ച് നിൽക്കുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് എത്തും. പലരും ഇവിടെ ഇരുന്ന്, ഇവരൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്, അവർ റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ നടത്തം ആരംഭിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എനിക്കിനി ഡ്രൈവറെ തപ്പി കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ തിരിച്ചു പോകണം. തിരിച്ച് ഞങ്ങൾ ബാക്കുവിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഇനി രാത്രി ഭക്ഷണം മേടിച്ച് ഹോട്ടലിലേക്ക്. മനോഹരമായൊരു ദിവസം കൂടി ഇന്ന് തീർന്നിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ യാത്ര തുടരുന്നു.